മോചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. എല്ലാ ശാലോം ടെലിവിഷൻ പ്രേക്ഷകരെ ക്രിസ്മസിൻ്റെതായ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലോകം തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമാണ് നിലനിൽക്കുന്നത്. ഈ സമാധാനത്തിലും സന്തോഷത്തിലും നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ഇടയാക്കട്ടെ. Hallelujah.
ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ ലോകം ഓർമ്മിക്കുകയും സ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിനങ്ങൾ. ഇന്ന് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ എത്ര ശക്തമായി തീർന്നിരിക്കുന്നു. വർണ്ണശബളമായ അനുഭവങ്ങൾ എല്ലായിടത്തും നിലനിൽക്കുന്നു. എന്നാൽ ആദ്യ ക്രിസ്മസ് ദിനങ്ങൾ അത് ഒരിക്കലും ഇപ്രകാരമുള്ള ഒരാഘോഷം ആയിരുന്നില്ല. ദൈവത്തിൻ്റെ നിയോഗ നാൾ വഴികളിൽ യോസഫും മറിയയും തങ്ങൾക്ക് ജനിച്ച ശിശുവും ഈ ഒരു യാത്രയുടെ അനുഭവത്തിലേക്കാണ്. ഇതാ ആദ്യം യാത്രയാകുന്നത് മറിയ എലിസബത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു യാത്രയാണ്. രണ്ടാമത് അവർ യാത്രയാകുന്നത് ഓഗസ്റ്റർ കൈസരുടെ കൽപ്പന പൂർത്തീകരിപ്പാൻ തക്കവണ്ണം പേർവഴി ചാർത്തേണ്ടതിന് ബേത്ലഹേമിലേക്കുള്ള യാത്ര. ഇനിയും വീണ്ടും ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ യോസഫിന് ലഭിക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ രാജാവ് കുഞ്ഞിനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും മിസ്രയീമിലേക്ക് യാത്രയാകണം. എല്ലാ യാത്രകൾക്കും മുഖാന്തരം ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ യാത്രകളിലൂടെയൊക്കെ യാത്രയാകുന്നവരാണ് യോസഫും മറിയയും ശിശുവാകുന്ന ക്രിസ്തുവും. എന്നാൽ ഈ യാത്രകളിൽ നമ്മളെ ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്, പ്രതീക്ഷ നൽകുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനായിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനായിരിക്കുമ്പോൾ എന്തിന് ഭ്രമിക്കണം, എന്തിന് ഭയപ്പെടണം? രണ്ടാമത് ക്രിസ്മസ് അത് വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്. ഇറ്റ് വാസ് എ സെലിബ്രേഷൻ ഓഫ് ലൈറ്റ്. ലോകത്തിൻ്റെ വെളിച്ചം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ലോകത്തെ അഭിമുഖീകരിക്കുകയാണ്. വീണ്ടും പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഇരുട്ടിൽ നടക്കുകയില്ല. ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ് ആ ക്രിസ്തുവിനോട് കൂടെ വെളിച്ചത്തിൻ്റെ പാതയിൽ, നേരായ പാതയിൽ സഞ്ചരിപ്പാൻ നമുക്ക് സാധ്യമാകണം. അന്ധകാരം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോക യാത്രയിൽ ക്രിസ്തുവാകുന്ന വെളിച്ചത്തോടു കൂടെ നേർപാതയിൽ സഞ്ചരിപ്പാൻ അവൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാ, മറിയയുടെ മനസ്സിൽ രൂപപ്പെട്ട സംശയം നീങ്ങുകയാണ്. ദൈവദൂതൻ പറയുന്നു, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസമാണ്. ലോകത്തിൽ അസാധ്യമെന്ന് പറഞ്ഞത് ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് മറിയയ്ക്ക് നൽകുന്ന ആ ഉത്തരം ഇതുതന്നെയാണ്. സംശയത്തിൻ്റെ ലോകത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ നിശ്ചയങ്ങളുടെ അനുഭവങ്ങളിലേക്ക് വരുത്തുന്ന വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ ജീവിതത്തെ ഉയർത്തുക. യോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോടും സംസാരിച്ചു. അവിടെ വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: ഉറക്കം ഉണർന്ന യോസഫ് തനിക്ക് ലഭിച്ച ദർശനത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിലെ സംശയങ്ങൾ നീങ്ങി, ആകുലതകളും ആകാംക്ഷകളും നീങ്ങി. അവൻ മറിയയെ ചേർത്തുകൊണ്ടു. ഈ ഒരു ധന്യമായ അനുഭവം അത് നമ്മുടെ ജീവിതയാത്രകളിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഉയർന്നു വരുന്ന സംശയങ്ങൾ, ഭീരുത്വം, അസ്വസ്ഥതകൾ, ആകുലതകൾ, ആകാംക്ഷകൾ, ഇവിടെയൊക്കെ മധ്യത്തിൽ ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൃഢതയുടെയും ബഹുനിശ്ചയത്തിൻ്റെയും അനുഭവങ്ങളിലേക്ക് അവരെ വഴി നടത്തി. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സുകൾ ചഞ്ചലമാകാം. സംശയത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നാം വന്നു ചേരാം. ഭീരുത്വം നമ്മളിലുണ്ടാകാം. അസ്വസ്ഥതകൾ നമ്മൾ രൂപപ്പെട്ടേക്കാം. ആകാംക്ഷകളും ആകുലതകളും നമുക്കുണ്ടാകാം. എന്നാൽ ഒന്ന് വളരെ വ്യക്തമാണ്: ക്രിസ്തു സാന്നിധ്യം
ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒന്നാണ്. സംശയത്തിൻ്റെ സ്ഥാനത്ത് വിശ്വാസവും, ഭീരുത്വത്തിൻ്റെ സ്ഥാനങ്ങളിൽ ധൈര്യവും, ആകാംക്ഷകളുടെയും ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും മധ്യത്തിൽ ബഹുനിശ്ചയങ്ങളോടുകൂടെ ജീവിതത്തെ നയിപ്പാനുള്ള ഉൾക്കരുത്തും ക്രിസ്തു സാന്നിധ്യം നൽകുന്നു. ഇതാണ് ക്രിസ്മസിൻ്റെ ധന്യത. ഈ ധന്യതയിലേക്ക് നാം വളരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ആ ക്രിസ്തു രൂപപ്പെടട്ടെ. ആ ക്രിസ്തുവിനോടുകൂടെ നമുക്ക് വളരാം. ജീവിതത്തെ ക്രിസ്മസിൻ്റെ അനുഭവങ്ങളിൽ നിലനിർത്താം. ലോകം ആ ക്രിസ്തുവിനെ നമ്മളിലൂടെ കാണുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷാലോം TV പ്രേക്ഷകർക്ക് എല്ലാ ക്രിസ്മസ് ആശംസകളും, അതുപോലെ 2016 എന്ന പുതുവത്സരത്തിൻ്റെ നന്മകളും ഈ സമയത്ത് നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. Wake, O earth, and wake everything. Wake and hear the joy of the birth of Jesus Christ. Let the earth and heavens declare his glory. Let the twinkling light proclaim his birth. ദുബായ് മാർത്തോമ ചർച്ച് ജൂനിയർ choir അവതരിപ്പിക്കുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം. Wake, O earth, wake everything. Wake and hear the joy
ക്രിസ്മസ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ആവിഷ്കാരമാണ്. വളരെ ക്രമീകൃതമായ വിധത്തിൽ ദൈവം തൻ്റെ രക്ഷണ്യ പ്രവൃത്തികൾ ഇവിടെ നടപ്പിലാക്കുകയാണ്. ലോകത്തിൻ്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു ഇതാ എന്ന് പറയുവാൻ ഒരു സക്രിയ പുരോഹിതനും വൃദ്ധയായ എലിസബത്തിനും ദൈവം ദാനമായി നൽകുന്ന ഒരു സ്നാപക യോഹന്നാൻ്റെ ജനനം അതിനു മുൻപായി നടക്കുകയാണ്. ഓരോ ക്രിസ്മസും നമ്മളുടെ മുൻപിൽ സമാഗതമാകുമ്പോൾ വലിയ സന്തോഷങ്ങളിലേക്ക് നാം പങ്കുചേരാറുണ്ട്. വ്യത്യസ്തമായ വിധത്തിൽ നമ്മൾ ക്രിസ്മസിനെ ആഘോഷിക്കാറുണ്ട്. അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ വേദനയിലെ പങ്കാളിത്തത്തിൽ സ്വയം സമർപ്പിതരായിരിക്കുന്ന ഒരുപറ്റം ആളുകളുടെ സമർപ്പണത്തെ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ദൈവവേദനയിലെ പങ്കാളിത്തം, ദ ജോയ് ഓഫ് ക്രിസ്മസ് ത്രൂ ദി പെയിൻ. ദൈവവേദനയിലെ പങ്കാളിത്തത്തിലേക്കാണ് ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് വിശുദ്ധ മറിയം തലകുനിക്കുന്നതിലൂടെ ഒരു വലിയ ദൈവിക പദ്ധതി തൻ്റെ ശിരസിലേക്ക്, ഹൃദയത്തിലേക്ക് നിക്ഷേപിപ്പാൻ താൻ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ കാലങ്ങളിലൊക്കെ ക്രിസ്മസിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നാം പങ്കുചേരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്കും വചനത്തിലേക്കും അതിൻ്റെ സാരാംശങ്ങളിലേക്കും അർത്ഥതലങ്ങളിലേക്കും നമ്മളുടെ ചിന്തകളെ എത്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ യൗവനക്കാരിയായിരിക്കുന്ന മറിയത്തിൽ കർത്താവിൻ്റെ ഉദ്ദേശം സഫലമാകുമ്പോൾ ലോകം മുഴുവൻ രക്ഷപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് സാധ്യമായിത്തീരുന്നത്. സക്രിയ പുരോഹിതനോടും മറിയോടും ദൂതൻ സന്ദേശം അറിയിക്കുമ്പോൾ പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശമാണ്. ലോകം ഇന്ന് ആകപ്പാടെ ഭയത്തിലാണ്. മനുഷ്യൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്? മനുഷ്യൻ ഭയപ്പെടുന്നത് അവൻ്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഭയമാണ്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ഭയമാണ്, ആകുലതയാണ് അവനുള്ളത്. അതുകൊണ്ട് ക്രിസ്മസിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്തോഷവും വലിയൊരു സന്ദേശവും അതാണ്. ഭയത്തിൽ നിന്നുള്ള വിടുതൽ, ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം ഇറങ്ങി വരുന്ന, താണിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ സന്തോഷമാണ് കാലങ്ങളിൽ. ദൈവം തന്നെ ഒരു ചെറിയ കുട്ടിയായി, ഒരു കുഞ്ഞായി, ഒരു മനുഷ്യരൂപമായി തന്നെ പരിമിതപ്പെടുത്തിയ ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്മസിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവാച്യമായ, അവർണ്ണനീയമായ, അനന്തമായ, അനർഗളമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യക്ഷതയാണ് ക്രിസ്മസിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവവേദനയിൽ പങ്കാളിയായി തീരുവാൻ നമ്മളുടെ ആയുസ്സിനെ സമർപ്പിക്കുന്ന കാലങ്ങളായി ക്രിസ്മസ് കാലങ്ങൾ തീരണം. സക്രിയ പുരോഹിതനിലൂടെയും എലിസബത്തിലൂടെയും മറിയത്തിലൂടെയും യൗസേപ്പിലൂടെയും ഒക്കെ സാക്ഷാത്കരിക്കപ്പെട്ട ആ വലിയ ദൗത്യം സഭയിലൂടെ, കുടുംബങ്ങളിലൂടെ, വ്യക്തികളിലൂടെ നിറവേറ്റപ്പെടുമ്പോഴാണ് ക്രിസ്മസ് ഏറ്റവും അർത്ഥവത്തായി തീരുന്നത്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിന് ജന്മം നൽകുവാൻ യൗസേഫും മറിയവും യാത്ര ചെയ്യുമ്പോൾ ഓരോ വാതിലുകളും കൊട്ടിയടയപ്പെടുന്നതായി കാണാനായിട്ട് സാധിക്കും. മുട്ടുന്ന വാതിലുകളെല്ലാം കൊട്ടിയടയപ്പെടുകയാണ്. കൊട്ടുന്നതിനേക്കാൾ വേഗത്തിൽ ഹൃദയവാതിൽ അടയപ്പെടുന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്, ഹൃദയകാഠിന്യത്തിൻ്റെ തത്വമാണ് ഓരോ വാതിലുകളും അടയപ്പെടുന്നത്. അതുകൊണ്ട് ഇടം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്, അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്, അവൻ്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്, അവൻ്റെ നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങൾക്ക്, സാഹചര്യങ്ങൾക്ക് ദൈവം തന്നെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. ആട്ടിടയന്മാരുടെയും വിദ്വാൻമാരുടെയും സമർപ്പണവും കൂടിവരവുകളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. ആടുകളെ നോക്കി പറമ്പുകളിൽ മഞ്ഞും മഴയും വെയിലും തണുപ്പും പൊടിയും കാറ്റുമൊക്കെ താഴ്വരകളിൽ കുന്നിൻ മുകളിൽ ഒക്കെ രാത്രിയും പകലും ചെലവഴിക്കുന്ന ആട്ടിടയന്മാർ അവർ സമൂഹത്തിൽ അശുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. കാരണം നാൽക്കാലികളോടുകൂടെയുള്ള അവരുടെ ജീവിത സഹവാസത്തിൽ വിശുദ്ധ ന്യായപ്രമാണം കയ്യിലെടുക്കുവാൻ കഴിയാതെ വരുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരുടെ കരങ്ങൾ അശുദ്ധമായി ഒരുപക്ഷെ തോന്നും. പുറംപറമ്പുകളിൽ ന്യായപ്രമാണം കരങ്ങളിലെടുക്കുവാൻ പറ്റാത്ത വിധത്തിൽ വിശുദ്ധമല്ല അവരുടെ ജീവിതമെന്ന് തോന്നും. എന്നാൽ അവരുടെ അന്തരംഗങ്ങളെ വായിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആട്ടിടയന്മാർക്ക് ഒരു കൂട്ടത്തിന് ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്, ഒരു സമൂഹത്തിന് ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളമാണ് അവരോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം. അതുകൊണ്ട് അവർ തങ്ങളെ തന്നെ ആ സദ്വാർത്തയുടെ ഘോഷകരായി, പ്രവാഹകരായി അവർ നടന്നു നീങ്ങുകയാണ്. തങ്ങളുടെ ജീവിതത്തെ
ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടുകളെ മടക്കുവാൻ തക്കവണ്ണം തങ്ങൾക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെയാണ് അവർ ഈ സമയത്ത് ഓർക്കുന്നത്. വിദ്വാൻമാരുടെ ജീവിതാനുഭവങ്ങളും ആ വിധത്തിൽ തന്നെയാണ്. വ്യത്യസ്ത ഇടങ്ങളിൽ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരും കർത്താവിനെ കാണുവാനായിട്ട് വരികയാണ്. അപ്പോൾ ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഇടം നൽകുന്ന ഒരു അർത്ഥവത്തായ കാലമാണ്, ഒരു സാഹചര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ യേശുവിൻ്റെ ജനനം സാധിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. കാലിത്തൊഴുത്തിൽ അവനെ കിടത്തി എന്ന് പറയുന്നതിലൂടെ, കീറ്റുശീലെ അവനെ പുതപ്പിച്ചു എന്ന് പറയുന്നതിലൂടെ അവൻ്റെ അവകാശങ്ങൾ, ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കാവുന്ന അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന് ജീവിതത്തിൽ ന്യായമായി നേടേണ്ട സാഹചര്യങ്ങൾ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന് അവൻ്റെ ന്യായമായ അടിസ്ഥാന ആവശ്യങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാലിത്തൊഴുത്ത് തുറക്കപ്പെടലിൻ്റെ അനുഭവമാണ്, മറയ്ക്കപ്പെട്ടതല്ല. ചുറ്റുവട്ടങ്ങൾ മുഴുവൻ തുറക്കപ്പെട്ടിരിക്കുന്നതാണ്. ഹെരോദാവിന് വേണമെങ്കിൽ വന്ന് നമസ്കരിക്കാം, ആട്ടിടയന്മാർക്ക് വേണമെങ്കിൽ വന്ന് നമസ്കരിക്കാം, വിദ്വാൻമാർക്ക് വരാം, ഏത് പ്രായത്തിലും ഏത് സാഹചര്യങ്ങളിലും കഴിയുന്ന ആളുകൾക്ക് വന്ന് നമസ്കരിക്കാം. ഇടം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, നീതി നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അത് നൽകുന്നതിനായിട്ട് നമ്മളുടെ ഈ കാലഘട്ടങ്ങളിലെ ഈ ക്രിസ്മസ് കാലങ്ങൾ തീരണം, നമ്മളുടെ സന്ദേശം തീരണം, ഗാനങ്ങൾ തീരണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം ഏറ്റവും അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. മാലോകർക്ക് ഏറ്റുപാടുവാൻ സ്വർഗം നൽകിയ സ്വർഗീയ സംഗീതമാണ് തിരുപ്പിറവി. ഭൂമിയിൽ ദൈവപ്രസാദത്തിൻ്റെ വെൺപിറാവുകൾ ചിറകടിച്ചു. മനുഷ്യ മനസ്സിൽ തിരുപ്പിറവിയുടെ സന്തോഷങ്ങൾ അലയടിക്കുകയാണ്. ഒരു പുല്ലാങ്കുഴൽ പോലെ ഭൂമി പാടുകയാണ്. നമുക്കും ഈ സംഗീതത്തിൽ പങ്കുചേരാം. സുമവനമാകെ പുണരും പുതുമഞ്ഞുകാലം വന്നു, പുതുമഞ്ഞുകാലം വന്നു. ആ കാലത്തിൻ്റെ രഥം തെളിക്കാൻ ദൈവപുത്രൻ വന്നു, ധരണിയിൽ ദൈവപുത്രൻ വന്നു. ഈ മനോഹര തീരത്തിനൊരു മനോഹര തീരത്തിനൊരു രോമാഞ്ച കുളിരാ. തെയ്യം പൂമരക്കിളിയേ ഹൊയ് ഹൊയ് ആലോലമാടി. തെയ്യം പൂമരക്കിളിയേ ഹൊയ് ഹൊയ് ആലോലമാടി. നാടാകെ പൂങ്കൊടി തേടി വിത്തും കൈകൊട്ടും പാടി തേനും പഴനെയ്യും നീ തിന്നാറുണ്ടോ? ആരാരും കണ്ടു കൊതിക്കും കന്യക സൂനു പിറന്നു നമ്മുടെ നാട്ടിലെ രോമാഞ്ച കുളിരാ. ആരാരും കണ്ടു കൊതിക്കും കന്യക സൂനു പിറന്നു നമ്മുടെ നാട്ടിലെ രോമാഞ്ച കുളിരാ. സുമവനമാകെ പുണരും പുതുമഞ്ഞുകാലം വന്നു, പുതുമഞ്ഞുകാലം വന്നു. ആ കാലത്തിൻ്റെ രഥം തെളിക്കാൻ ദൈവപുത്രൻ വന്നു,
മനോഹര തീരത്തിന്നൊരു രോമാഞ്ചക്കുളിരാ. ശില്പികളെ ശില്പികളെ ഉണർന്നു പുതിയൊരു പരിണാമക്കുളിരുലകിൽ ഈ ഉലകിൽ ഓശന പാടുന്നു ഓശന പാടുന്നു. സ്വർഗീയ പന്തലിനുള്ളിൽ അതിനൊഴുകും ഹിമഗണമായി ഉയർന്നു നിൽക്കുന്നു, നമ്മിൽ അലിഞ്ഞു ചേരുന്നു. ഉയർന്നു നിൽക്കുന്നു, നമ്മിൽ അലിഞ്ഞു ചേരുന്നു. സുമവനമാകെ പുണരും പുതുമഞ്ഞുകാലം വന്നു, പുതുമഞ്ഞുകാലം വന്നു. ആ കാലത്തിൻ രഥം തെളിക്കാൻ ദൈവപുത്രൻ വന്നു, ധരണിയിൽ ദൈവപുത്രൻ വന്നു. ഈ മനോഹര തീരത്തിന്നൊരു രോമാഞ്ചക്കുളിരാ. ഈ മനോഹര തീരത്തിന്നൊരു രോമാഞ്ചക്കുളിരാ. തെയ്യം തെയ്യം പൂമരക്കിളിയേ ഹൊയ് ഹൊയ് ആലോലമാടി. തെയ്യം തെയ്യം പൂമരക്കിളിയേ ഹൊയ് ഹൊയ് ആലോലമാടി. നാടാകെ പൂമ്പൊടി തേടി വിത്തും കൈക്കൊട്ടും പാടി തേനും പഴമയും നീ തിന്നാറുണ്ടോ? ആരാരും കണ്ടു കൊതിക്കും കന്യക സൂര്യ പിറന്നു നാട്ടിലെ രോമാഞ്ചക്കുളിരാ. ആരാരും കണ്ടു കൊതിക്കും കന്യക സൂര്യ പിറന്നു നാട്ടിലെ രോമാഞ്ചക്കുളിരാ. സുമവനമാകെ പുണരും പുതുമഞ്ഞുകാലം വന്നു, പുതുമഞ്ഞുകാലം വന്നു. ആ കാലത്തിൻ രഥം തെളിക്കാൻ ദൈവപുത്രൻ വന്നു, ധരണിയിൽ ദൈവപുത്രൻ വന്നു. ഈ മനോഹര തീരത്തിന്നൊരു രോമാഞ്ചക്കുളിരാ. ഈ മനോഹര തീരത്തിന്നൊരു രോമാഞ്ചക്കുളിരാ. 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 ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com